Hey guys, welcome back to my channel with another video. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ എക്സ്പൾസിന്റെ കുറച്ച് ആക്സസറീസിനെ കുറിച്ചാണ്, അതായത് ഹാൻഡ് ഗാർഡ്സ്. ഇതാണ് നമ്മൾ വാങ്ങിച്ച ബാർക്ക്ബസ്റ്റേഴ്സിന്റെ ഹാൻഡ് ഗാർഡും അതിന്റെ മൗണ്ട്സും മൗണ്ടിങ് സ്ക്രൂസും ബാക്കി കാര്യങ്ങളൊക്കെ. നമ്മളെ കയ്യിൽ ഇപ്പോൾ ബാർക്ക്ബസ്റ്റേഴ്സിന്റെ ആഫ്റ്റർ മാർക്കറ്റ് ഹാൻഡ് ഗാർഡ്സ് ഉണ്ട്. ഇത് നമ്മൾ ഓൺലൈനായിട്ടും അവൈലബിൾ ആണ്. ഇത് നമ്മൾ ഇവിടെ ട്രിവാൻഡ്രത്ത് ലോക്കലായിട്ടുള്ള ഹെൽമെറ്റ് വേൾഡിൽ നിന്നാണ് ഇത് മേടിച്ചത്. അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ സ്റ്റോക്ക് എക്സ്പൾസിൽ വരുന്ന ഈ ഹാൻഡ് ഗാർഡ് മാറ്റിയാണ് ഈ ഗാർഡ്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അത് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോക്ക് ഹാൻഡ് ഗാർഡ്സ് റിമൂവ് ചെയ്യണം. അത് ഇവിടെ 2 ടെന്നിൻ്റെ ബോൾട്ട് വെച്ചിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്, അത് റിമൂവ് ചെയ്യണം. ഈ ബാർ ആൻഡ് വെയ്റ്റ്സ് റിമൂവ് ചെയ്യണം. ഇപ്പം നിങ്ങൾ ഓൾറെഡി ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, നമ്മൾ ഹാൻഡിൽ റൈസേഴ്സ് എക്സ്പൾസ് റാലി എഡിഷൻ്റെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി പ്രൊഫൈലുള്ള ഹാൻഡ് ഗാർഡ്സാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1950 ആണ്. നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. ഇതിനെ നമ്മൾ അൺബോക്സ് ചെയ്യാം. അതിന് മുമ്പേ നമുക്ക് പഴയ ഹാൻഡ് ഗാർഡ്സ് റിമൂവ് ചെയ്യാം. ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റോക്ക് ബാർ ആൻഡ് വെയ്റ്റ്സ് റിമൂവ് ചെയ്യണം. അതൊരു സ്ക്രൂ ഡ്രൈവർ, ഫ്ലാറ്റ് ഹെഡ് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഫ്രൈ ചെയ്ത് വെളിയിലോട്ട് എടുത്താൽ മതി. നമ്മുടെ യൂണിക്കോണിലും ഹീറോ ഹോണ്ടയുടെ അതർ ബൈക്സിലും വരുന്ന പോലത്തെ ബാർ ആൻഡ് വെയ്റ്റ്സ് ആണ്, പ്ലാസ്റ്റിക്കിലുള്ള. അപ്പോൾ അത് ഈസിയാണ് റിമൂവ് ചെയ്യാൻ. ജസ്റ്റ് ഒന്ന് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഫ്രൈ ചെയ്ത് വെളിയിലോട്ട് എടുത്താൽ മതി. ഇനി നമുക്ക് പഴയ ബാറിൻ്റെ 10ൻ്റെ ബോൾട്ടും നട്ട് ഊരി എടുക്കണം. അതിലാണ് ഇത് ഫിക്സ് ചെയ്തേക്കണം. അത് ഹാൻഡിൽ ബ്രേക്ക് ലിവറിലും ക്ലച്ച് ലിവറിലും ഉള്ള പിവിറ്റ് പോയിൻ്റ് ബോൾട്ടിലാണ് അത് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പം ആ ബോൾട്ട് ലൂസൺ ചെയ്തെടുക്കുക. ആ നട്ട് ഊരി കഴിയുമ്പം തന്നെ ഹാൻഡ് ഗാർഡ് ഈസി ആയിട്ട് വെളിയിൽ വരും. ഇതുപോലെ അപ്പുറത്തും റിമൂവ് ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി നമുക്ക് ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് തുടങ്ങാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മൾ വാങ്ങിച്ച ബാർക്ക്ബസ്റ്റേഴ്സിൻ്റെ ഹാൻഡ് ഗാർഡും അതിൻ്റെ മൗണ്ട്സും മൗണ്ടിങ് സ്ക്രൂസും ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പം ഓരോന്നായിട്ട് അൺബോക്സ് ചെയ്യാം. ഇതാണ് മെയിനായിട്ടുള്ള ഹാൻഡ് ഗാർഡ്. നമുക്ക് ഇഷ്ടമുള്ള കളർ ഓപ്ഷൻസ് നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മുടെ വണ്ടി റെഡ് ആയതുകൊണ്ട് നമ്മൾ റെഡ് ചൂസ് ചെയ്തു. ഇതിൻ്റെ ഒരു അറ്റാച്ച്മെൻ്റാണ് ഈ ബ്ലാക്ക്. ഇത് 2. ഇത് ഇല്ലാതെയും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് ഇവിടെ ഇങ്ങനെ വരും, ഇതില്ലാതെയും യൂസ് ചെയ്യാം. പിന്നെ ഇതാണ് മെയിൻ മൗണ്ടിങ് ക്ലാമ്പ്. ഇത് വെച്ചിട്ടാണ് നമ്മളത് ഫിക്സ് ചെയ്യുന്നത്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പിവിറ്റ് നട്ടും അതിൻ്റെ ബ്രാക്കറ്റ്സും. പിന്നെ 2 സ്റ്റിക്കർ കിട്ടുന്നുണ്ട്, അത് ഇവിടെ ഇങ്ങനെ ഒട്ടിക്കും. പിന്നെ മെയിൻ ക്ലാംപ്സും പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ അതൊരു പാക്കിങ്ങിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത്രയും പാക്കേജാണ്, ഇത്രയും സാധനങ്ങളുള്ള ഒരു പാക്കേജാണ് നിങ്ങൾക്ക് 1900 കിട്ടുന്നത്. നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റാണ്. ഈ കമ്പിയൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാൻഡിൽ ബാറിൽ വരുന്ന ബ്രാക്കറ്റ്സ്. ഇത് റൈറ്റും ഇത് ലെഫ്റ്റും. അപ്പോൾ അത് നമുക്ക് വയ്ക്കുന്ന രീതി അനുസരിച്ച് ബ്രാക്കറ്റ്സിൻ്റെ ഷേപ്പ് നോക്കി എടുത്താൽ മതി. അപ്പോൾ ഇത് റൈറ്റ് സൈഡിൽ വരും, ഇത് ലെഫ്റ്റ് സൈഡിൽ വരും. ഇത് ഇതിൻ്റെ ബുഷാണ്. 2 ഓൾറെഡി അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, കൂടാതെ എക്സ്ട്രാ ഒരു 2 അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യം നമുക്ക് ഫിറ്റ് ചെയ്യാം 2 സൈഡിൽ. എന്നിട്ട് ഈ ആങ്കർ ബോൾട്ട് യൂസ് ചെയ്ത് ഈ സാധനം ഫിറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് ഈ ബ്രാക്കറ്റ്സ് നമുക്ക് തന്ന അല്ലെങ്കിൽ ബോൾട്ട് വെച്ചിട്ട് ബ്രാക്കറ്റ്സ് ഫിറ്റ് ചെയ്ത് അതിൻ്റെ നട്ടും ബോൾട്ടും ഇട്ട് മുറുക്കിയിട്ട് വേണം നമുക്കതിൽ കയറ്റാൻ, നമുക്ക് ബൈക്കിലോട്ട് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്നായി, ഇങ്ങനത്തെ 2. ഒരു വാഷറുണ്ട്. വാഷർ കഴിഞ്ഞ് ഓക്കെ. ഇനി നമുക്കിത് നേരെ വണ്ടിയിലോട്ട് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഇവിടെ എ എന്ന് പറയുന്ന ഇത് ലെഫ്റ്റ് സൈഡിൽ വരും, ബി അപ്പുറത്ത് റൈറ്റ് സൈഡിൽ. ആദ്യം ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യാതെ
വച്ച് മുറുക്കുക. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് അഡ്ജസ്റ്റ്മെൻ്റൊക്കെ ചെയ്തിട്ട് ടൈറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ആദ്യം ടൈറ്റ് ചെയ്യാൻ പാടില്ല, കാരണം നമുക്ക് അലൈൻമെൻറ്റും അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്യാൻ വേണ്ടിയിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചാൽ അത് പറ്റത്തില്ല. അപ്പം ജസ്റ്റ് നമുക്ക് നമ്മുടെ ആ ഒരു കറക്റ്റ് ലെങ്ത് അനുസരിച്ച് ആദ്യം വച്ചിട്ട് മുറുക്കി വെച്ചാൽ മതി. നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ടൈറ്റ് ചെയ്ത് വെച്ചതേ ഉള്ളൂ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടേ. ഇനി നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇവിടെ ഒരു ആങ്കർ ബോൾട്ടാണ് വരുന്നത്, അത് നമ്മുടെ ഹാൻഡിലിൻ്റെ ഉള്ളിൽ കയറി ടൈറ്റാവും. എന്നിട്ട് ഇത് ഇങ്ങനെ വരും. ആങ്കർ ബോൾട്ട് കണക്കത്തെ ഒരു ബോൾട്ടാണ് വരുന്നത്. അത് നമ്മുടെ ഇവിടെ ഹോളുണ്ട്, ആ ഹോളിൽ കൂടെ ഇട്ടിട്ട് കയറി എന്നിട്ട് ഇങ്ങനെ വരും. ഓക്കെ ഗൈസ്, നമ്മൾ ചെറിയ ജുഗാഡ് ചെയ്ത്, കാരണം നമ്മളെ ബാറൻഡില്ലേ വെയിറ്റിനെ കട്ട് ചെയ്ത് അതിൻ്റെ സ്ലീവ് ഇതിൻ്റെ അകത്ത് ഇറക്കിയിട്ട് ഇനി ഇതിൽ നട്ടിട്ട് നമ്മൾ കയറി വെച്ച് ടൈറ്റ് ചെയ്യും. കാരണം ഇവിടെ നമ്മൾ സാധാരണ രീതിയിൽ ആങ്കർ ബോൾട്ട് കയറ്റിയപ്പോൾ ഇവിടെ സ്പേസ് ഉണ്ട്, ഇവിടെ പ്ലേ വരുന്നു, അത് ടൈറ്റ് ആവുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ഈ ബാറൻ വെയിറ്റിനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ വരുന്ന ആ സ്ലീവിനെ ഇതിൽ തട്ടിക്കയറ്റി ഇനി കറക്റ്റാവും. നമ്മൾ സാധാരണ ആങ്കർ ബോൾട്ടിൻ്റെ ആ നട്ട് വിട്ടിട്ട് നമുക്ക് മുറുക്കിയാൽ മതി, അതവിടെ സെറ്റായിട്ടിരുന്നോളും. ഇത് ചെറിയൊരു ജുഗാടായിരുന്നു, ചെറുതായിട്ടിങ്ങനെ. ഇപ്പം തന്നെ അത് ഓൾറെഡി ടൈറ്റായി. ഇനി ജസ്റ്റ് ആ നട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇവിടെ പിടിച്ച് നമുക്ക് ഒരു ബോൾട്ട് ചെയ്ത് കൊടുത്താൽ മതി, കറക്റ്റായിട്ട് നിൽക്കും. എന്നിട്ട് ഇതിൻ്റെ പുറത്ത് വേണം നമുക്ക് ഹാൻഡിൽ ഗാർഡ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇതാണ് ലെഫ്റ്റ് സൈഡിലെ സെറ്റപ്പ്. നമ്മളിനി കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ ഗാർഡ് മാത്രം ഫിറ്റ് ചെയ്താൽ മതി. ഇനി അപ്പുറത്തെ സൈഡ് ഇനി അവിടെ നമ്മൾ യൂസ് ചെയ്ത് അതേ സെറ്റപ്പ് തന്നെ ഇവിടെയും യൂസ് ചെയ്ത് ഈ ബ്രാക്കറ്റിന് ഫിറ്റ് ചെയ്ത് അവിടുത്തെ ക്ലാമ്പും ഫിറ്റ് ചെയ്യാം. സോ ഗൈസ്, ഇനി നമുക്ക് ഗാർഡ് ഇൻസ്റ്റാൾ ചെയ്യാം. ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്ത് വെച്ച് കൊടുത്താൽ അത് അവിടെ ഇരിക്കും. ഇനി സിമ്പിളാണ്. ഈ സ്റ്റാറിൻ്റെ സ്ക്രൂ വെച്ചിട്ട് ഇവിടുത്തെ മൗണ്ടിങ് നമുക്ക് സെറ്റ് ചെയ്യാം. അതായത് ഇങ്ങനത്തെ ക്ലാമ്പാണ് വരുന്നത്, പ്ലാസ്റ്റിക്കിലുള്ള മൗണ്ടിങ് ക്ലാമ്പ്സാണ് വരുന്നത്. സ്ക്രൂ വെച്ചിട്ട് അത് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം പിന്നെ ആ ഹാൻഡ് ഗാർഡ് ആ പൊസിഷനിൽ നിന്ന് അനങ്ങത്തില്ല. അത് ചെറിയ നെട്ട് വെച്ച് നോക്ക്. ഇനിയിപ്പം ക്ലച്ചിൻ്റെ സൈഡ് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വേറൊന്നും ചെയ്യേണ്ട. ഗാർഡ് വെച്ചിട്ട് അതിൻ്റെ ബാക്കിലുള്ള ലോ ക്ലാമ്പ് ഇട്ട് ഈ കാണുന്ന സ്റ്റാറിൻ്റെ നട്ടിട്ട് അത് മുറുക്കിയാൽ മതി. അത് രണ്ടെണ്ണം വരും. ഇത് ഈ എൻഡിൽ വരും ഈ ക്ലാമ്പ്. ഇത് വലിയ ടോർക്കിട്ട് മുറുക്കല്, പൊട്ടിപ്പോവും. കാരണം ആ മൗണ്ടിങ് പോയിൻറ്റ്സ് വളരെ വീക്കാണ്. അത് മാത്രമേ ഈ പ്രോഡക്റ്റിന് ഞാൻ ഒരു നെഗറ്റീവായിട്ട് കണ്ടുള്ളൂ. അങ്ങനെ നമ്മൾ രണ്ട് സൈഡും ഫിറ്റ് ചെയ്ത് ഇനി നമുക്ക് ഈ മൗണ്ടിങ് ബോൾസും പിവിറ്റ് ബോൾസും എല്ലാം ടൈറ്റ് ചെയ്യാം. ഗൈസ്, ഇനി ചെയ്യാൻ പോകുന്ന നമ്മളെ എക്സ്റ്റെൻഡഡ് ഹാൻഡിൽ ഗാർഡ്സ്. അത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വരും. ഇതും കൂടെ രണ്ടെണ്ണം ആ സൈഡിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് പോരെങ്കിൽ അതും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിങ്ങനെ രണ്ട് മൗണ്ടിങ് പോയിൻറ്റ്സ് ഉണ്ട്, പൊക്കിയും മൗണ്ട് ചെയ്യാം, താഴ്ത്തും മൗണ്ട് ചെയ്യാം. ഇത്രയേ ഉള്ളൂ കാര്യം. സോ ഗൈസ്, എങ്ങനെയുണ്ട് ലുക്ക്? രണ്ടും പെർഫെക്റ്റ് ഷേപ്പ്, പെർഫെക്റ്റ് രീതിയിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. കുറച്ച് സ്ട്രഗിൾ ചെയ്യും, കാരണം ഇതിത്രയും സ്റ്റാറിൻ്റെ സ്ക്രൂ കൊണ്ടാണ് മുറുക്കിയിരിക്കുന്നത്. അപ്പോൾ അത് കുറച്ച് വീക്കാണ്. ബാക്കി എല്ലാ ബ്രാക്കറ്റും ഈ ക്ലാമ്പും എല്ലാം നല്ല സ്ട്രോങ് ആണ്, കാണാനും കൊള്ളാം. നമ്മുടെ ബൈക്കിൻ്റെ അതേ കളറിലാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് മേടിക്കണമെങ്കിൽ ഞാൻ ഓൺലൈനിൽ ലിങ്ക് ഇടാം.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ മൈ കണ്ടന്റ് ഗൈസ്. സോ സീ യു ഗൈസ് ഇൻ സം അതർ വീഡിയോ. ദിസ് മിഥുൻ സിംഗ്. ചാവ് ബൈ.